ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരുപാട് പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ ആദ്യം വരുന്നത് അസേല പ്ലാന്റ് ആണ്. അസേലേൻ്റെ ഒരു 4 വെറൈറ്റിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 4 പ്ലാന്റിന് 380 രൂപയാണ് വരുന്നത്. ഇത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നല്ലോണം ഫ്ലവർ തരുന്ന, ചെറുപ്പത്തിലെ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അസേല പ്ലാന്റ്. 4 പ്ലാന്റിന് 380 രൂപയാണ് വരുന്നത്. ഇതിന് പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടി മിക്സ് ആണ് വരുന്നത്. അടുത്തായിട്ട് വരുന്ന ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ 2 വെറൈറ്റിയാണ്. ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ റെഡും വൈറ്റും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 50 രൂപയാണ്. അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ്. ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു 6 പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 6 പ്ലാന്റിന് 180 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് പെട്ടെന്ന് വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ്. ഇതിനാകെ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അതുപോലെ തന്നെ വെയിലത്തും വെക്കരുത്. ഈ 2 കാര്യമാണ് ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. 6 പ്ലാന്റിന് 180 രൂപയാണ് വരുന്നത്. വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട്. ജിഫി സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് വരുന്നത് ടെക്കോമ പ്ലാന്റ് ആണ്. ടെക്കോമേൻ്റെ ഓറഞ്ചും യെല്ലോയും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. അധികം പൊക്കം വെക്കാണ്ട് നല്ല ബുഷായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ടെക്കോമേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 100 രൂപയാണ്. വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നല്ല വലുപ്പത്തിലുള്ള നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സാണ് അയച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആണ്. മെലസ്റ്റോമേൻ്റെ വൈറ്റും വയലറ്റും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 80 രൂപയാണ്. ഇത് നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. നല്ല വെയിലത്ത് നല്ലോണം വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മെലസ്റ്റോമ പ്ലാന്റ്. വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 80 രൂപയാണ്. അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ്. ഹൈഡ്രാഞ്ചിൻ്റെ ഒരു 5 വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 5 പ്ലാന്റിന് 245 രൂപയാണ് വരുന്നത്. ഇതും നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. വളർന്ന് കിട്ടുന്നവരെ അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ്. ഇതിന് ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് ആണ്. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. നല്ലോണം വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ച് പ്ലാന്റ്. വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും കാണിക്കുന്നുണ്ട്. ഈ സെയിം സൈസുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ്. റോസാപ്പൂക്കളുമായിട്ട് സാമുള്ളൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കമേലി പ്ലാന്റ്. ഇതിൻ്റെ ഒരു 4 വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 4 പ്ലാന്റിന് 390 രൂപയാണ് വരുന്നത്. അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത്. അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് വെക്കാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത്. ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട്. 4 പ്ലാന്റിന് 390 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഡാൻസിങ് ഡോൾ അഥവാ ഫ്യൂസി എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ കോംബോ ആണ്. ഇതിൻ്റെ ഒരു 4 വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 4 പ്ലാന്റിന് 390 രൂപയാണ് വരുന്നത്. ഇതും നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇതിന് ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നുണ്ട് അതും യൂസ് ചെയ്യാം. മണൽ യൂസ് ചെയ്യുന്നുണ്ട് അതും യൂസ് ചെയ്യാം. നല്ലോണം വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഡാൻസിങ് ഡോൾ. 4 പ്ലാന്റിന് 390 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഇബിക്കസ് അഥവാ ചെമ്പരത്തി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മൾ കോംബോ ആയിട്ടല്ല കൊടുക്കുന്നത്, സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 100 രൂപയാണ്. ഇതിൻ്റെ ഒരു 4 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പ്ലാന്റിന് വരുന്നത് 100 രൂപയാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ചെറുപ്പത്തിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. അധികം പൊക്കം വെക്കാണ്ട് നല്ല ബുഷായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ആണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ 5 പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 5 പ്ലാന്റിന് 325 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇൻഡോറിൽ നല്ലോണം ഫ്ലവർ തരുന്ന അടിപൊളി വെറൈറ്റിയാണ് ആഫ്രിക്കൻ വയലറ്റ്. അതുപോലെ തന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ലീഫ് വെച്ചിട്ട് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അടുത്തായിട്ട് വരുന്നത് ഹോയ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ്. ഹോയൻ്റെ ഒരു 9 വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 9 പ്ലാന്റിന് 360 രൂപയാണ് വരുന്നത്. വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട്. ഈ സെയിം സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു കൊടുക്കുന്നത്. ജിഫി സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതുപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു കോംബോ ആണ്. ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു 10 വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 10 പ്ലാന്റിന് 270 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. സീസൺ പ്ലാന്റ് അല്ല, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ലോണം ബുഷായിട്ട് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഓർ പൊക്കം വെക്കാണ്ട് നല്ലോണം ബുഷായിട്ട് നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ചൈനീസ് ബാൽസം. അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ എപ്പോഴും നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത്. 10 പ്ലാന്റിന് 270 രൂപയാണ് വരുന്നത്. ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള പോട്ട് എടുക്കാൻ നോക്കുക. കാരണം ഓവറായിട്ട് വെള്ളം തങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓവറായിട്ട് വെള്ളം തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് അത്യാവശ്യം ഹോളുള്ള പോട്ട് എടുക്കാൻ പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. കാരണം ഈ ഓഫർ ഇട്ടിരിക്കുന്നത് ഒരാഴ്ചത്തേക്കാണ്. ബാൽസത്തിൻ്റെ സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക.